റമദാനൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുവിധം എല്ലാവരും ക്ലീനിങ്ങിന്റെ തിരക്കിലായിരിക്കൂല്ലേ. അപ്പോൾ ഞാനൊന്ന് കുറച്ച് ടിപ്സ് ഒക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് ഓരോ ഭാഗങ്ങളും ക്ലീൻ ചെയ്തെടുക്കാനും അതുപോലെ ഇങ്ങനെ ഒരു റമദാൻ ആവുമ്പോൾ നമുക്ക് ആ ഒരു ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം കളയാതിരിക്കാനും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒട്ടുമിക്ക വീടുകളിലും കിച്ചണിലായിരിക്കും കൂടുതലായിട്ട് ക്ലീൻ ചെയ്യാനുണ്ടാവുക. കൂടുതൽ സമയം നമുക്ക് ക്ലീനിങ് ആയിട്ട് ചിലവഴിക്കേണ്ടി വരികയും കിച്ചണിൽ തന്നെയാണ്. അപ്പോൾ കിച്ചണിൽ സ്വിച്ച് ബോർഡ് അടക്കം നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വിച്ച് ബോർഡിലൊക്കെയാണ് നമ്മൾ എപ്പോഴും മിക്സിയൊക്കെ കൊണ്ടുപോയി കുത്തുന്ന ആ ഒരു പ്ലഗിൻ്റെ അവിടെയൊക്കെ ഇതുപോലെ നന്നായിട്ട് അഴുക്കുണ്ടാവും. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ഇങ്ങനത്തെ അഴുക്കുണ്ടാവാൻ ചാൻസ് ഇല്ല. റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അഴുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് പേനയുടെ വരയാണ് കേട്ടോ. ഞാൻ ഈ ട്യൂബിനൊക്കെ കുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ പേന വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പേനയുടെ മഷി ഇങ്ങനെ ആയതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോൾഗേറ്റ് ആണ്. കോൾഗേറ്റും പിന്നെ ഒരു പഴയ ബ്രഷും എടുത്തിട്ടുണ്ട്. ബ്രഷ് ഒന്ന് നനച്ചതിന് ശേഷം വെള്ളം ഒന്ന് കുടഞ്ഞ് കളയണം കേട്ടോ. എന്നിട്ട് അല്പം നമുക്ക് ഈ ഒരു പേസ്റ്റ് ബ്രഷിലേക്ക് ആക്കി കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. ഈ നമ്മളെ ഈ ഒരു അഴുക്കുള്ള സ്വിച്ച് ബോർഡിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇത്രയും വൃത്തിയായിട്ട് വരും എന്നുള്ളത്. പെട്ടെന്ന് ഇത്രയും വൃത്തിയായി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്തതിന് ശേഷം പിന്നെ തുടച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ കിച്ചണിൽ ഇതൊക്കെ ഓവന് കുത്തുന്നതാണ് കേട്ടോ. ഇതിലും അത്യാവശ്യം അഴുക്കുണ്ട്. അപ്പോൾ ഇതും നമ്മളിതാ കോൾഗേറ്റ് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്തിട്ട് നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നനഞ്ഞ ക്ലോത്ത് ഒരുപാട് നനവ് വേണ്ട കേട്ടോ, ചെറുതായിട്ട് ഒന്ന് നന്നായിട്ട് നനച്ചിട്ട് നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞെടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ വർക്ക് ഏരിയയിലുള്ള സ്വിച്ച് ബോർഡ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ കരി ഒടിച്ച പോലെ നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഞാൻ അതുപോലെ പേസ്റ്റ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പുതിയതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള നീളത്തിലുള്ള സ്വിച്ച് ബോർഡിലും ഇതിലൊന്നും അത്രക്കില്ല. എന്നാലും ഇതിൻ്റെ ഈ ഒരു താഴെയായിട്ട് ചുമര് ഭാഗത്തൊക്കെ ആയിട്ട് എങ്ങനെയായാലും അടയാളം ഉണ്ടാവും. നമ്മൾ സ്വിച്ച് ഇടുന്ന സമയത്താണെന്നുണ്ടെങ്കിലും കുട്ടികളൊക്കെ വന്നിട്ട് സ്വിച്ച് ഇടുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെ സ്വിച്ച് ബോർഡിൻ്റെ താഴെ ഇങ്ങനെ ഒരു കളർ മാറ്റം ഉണ്ടാവും. നമ്മൾ പെയിന്റിൽ നമുക്ക് വേറെ അറിയാൻ പറ്റും, ചളി പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ബ്രഷും പേസ്റ്റും വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ സ്വിച്ച് ബോർഡൊക്കെ ചെയ്തതുപോലെ തന്നെ ഒന്ന് തുടച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ വാഷ് ബേസിനും പൈപ്പും ഒക്കെ നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. കറയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എത്രത്തോളം ഈ ഒരു ലൈറ്റിൽ കാണാൻ പറ്റും എന്നറിയില്ല. ഇനിയിപ്പോൾ ഞാൻ കിച്ചണിൽ വേറൊരു ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ട്രിക്കാണ്. ഇപ്പോൾ ഇതുപോലൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ആ ഒരു ബ്രഷിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ വളച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രഷ് തണുത്ത് കഴിഞ്ഞാൽ അത് ഒന്നിങ്ങനെ വളഞ്ഞ് ആ ഒരു രീതിയിൽ തന്നെ നിൽക്കും കേട്ടോ, നേരെ നിൽക്കുന്നതിന് പകരം. അപ്പോൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയോ? നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൻ്റെ ഒക്കെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ സുജാത മിക്സിയുടെ ഒക്കെ ഈ ഒരു ജാറിൽ ഇങ്ങനെ അത്യാവശ്യം ബാക്കിലോട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴിയായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ ജാറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആക്കുന്നത്. നമ്മൾ ചെറിയ ജാറാണ്. അപ്പോൾ ഈ ഒരു അടിഭാഗത്തൊക്കെ ആയിട്ട് അഴുക്കുണ്ടാവും നന്നായിട്ട്. ഇവിടെയുള്ള വലിയ ബ്രഷൊന്നും ഇതിൻ്റെ ഉള്ളിൽ കൊള്ളൂല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചൂടാക്കി എടുത്തിട്ട് വളച്ചിട്ട് ഈ ഒരു ഭാഗം കൊണ്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജാറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് എത്തിയിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് നമുക്ക് ടൂത്ത് ബ്രഷ് വളച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് തന്നെ അതിൻ്റെ അടിവശം ഇങ്ങനെ ഡെയിലി നമ്മൾ കഴുകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഉരച്ചാൽ മതി. അപ്പോൾ അതിൽ അങ്ങനെ അഴുക്കൊന്നും പിടിപ്പിക്കില്ല കേട്ടോ.
അപ്പോൾ ഡെയിലി നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു ഡീപ്പ് ക്ലീനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഈ ഒരു നോമ്പിനുള്ള ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആവശ്യം വരില്ല കേട്ടോ. ഡെയിലി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയുടെ ഇടയിൽ തന്നെ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ജാറിന്റെ അടിവശമൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, സാധാരണ പച്ചവെള്ളം. പിന്നെ അതിലേക്കൊരു 1/4 കപ്പ് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഡിഷ് വാഷർ ഉണ്ടല്ലോ, ലിക്വിഡ്, ഞാൻ ഉപയോഗിക്കുന്ന ഏത് ലിക്വിഡ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ലിക്വിഡിൽ നിന്ന് അല്പതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പത ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിന് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട്, അപ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പ്രെയർ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് വൃത്തിയാക്കാനായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇതിൽ മുക്കിയെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഗ്യാസ് സ്റ്റവും അതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ് കേട്ടോ. ഇനി വിനാഗിരി ചേരുമ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് തിളക്കം വരാനൊക്കെ നല്ലൊരു ഏജൻറ്റാണ്. ഇതിൽ ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കി കുറച്ച് ബോട്ടിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. എപ്പോഴും ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരില്ല കേട്ടോ. എന്നും നമ്മുടെ സ്റ്റവ് പുതിയതുപോലെ ആവുകയും ചെയ്യും. ഈ ഒരു സ്റ്റവ് ഇപ്പോൾ 11 വർഷമായിട്ടോ, ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇതിൻ്റെ ഒരു ബർണർ മാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്, അല്ലാത്ത പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മളിതാ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക, നനവൊന്നും ഇല്ലാതെ തുടച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ സ്റ്റൗവൊക്കെ കേടുവരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡും ഈ ഒരു സ്റ്റീലിൻ്റെ ഭാഗത്തുള്ള സൈഡൊക്കെ തുരുമ്പിക്കാതെ നോക്കണം. അതിനായിട്ടാണ് നമ്മൾ കഴുകിയതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് സിങ്കൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിച്ചിട്ട് സിങ്കൊക്കെ രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നതിൻ്റെ മുന്നേക്കെ ആയിട്ട് ഒന്ന് ബ്രഷ് ഇട്ട് ഉരച്ച് ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴുക്കൊന്നും പിടിക്കില്ല. സിങ്കൊക്കെ എന്നും വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് സിങ്കിലുള്ള ഈ ഒരു സ്റ്റീലിൻ്റെ പൈപ്പും ഒക്കെ ക്ലിയർ ആക്കി എടുക്കാം കേട്ടോ. നല്ല തിളക്കാണ് സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് വൃത്തിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ബാത്റൂമിൻ്റെ ടൈലൊക്കെ വൃത്തിയാക്കി എടുക്കാനും ഇത് നമുക്ക് യൂസ് ആക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ബാത്റൂമിൻ്റെ ടൈലിലൊക്കെ താഴ്ഭാഗത്തൊക്കെ കറ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ക്ലോറക്സ് യൂസ് ആക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ക്ലോറക്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് നേരം നമുക്ക് ക്ലോറക്സ് ഒന്നും കയ്യിൽ വെക്കാൻ പറ്റില്ല. അതുപോലെ ഇനിയിപ്പോൾ അടുത്തത് കൂടുതൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പ് തന്നെയായിരിക്കും ഫാന് നമ്മൾ നിലത്തൊന്നും പൊടിയാവാതെ ക്ലീൻ ചെയ്തെടുക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പഴയ തലയിണയുടെ കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ തലയിണയുടെ കവറിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഈ ഒരു ലീഫ് ഇതുപോലെ ആക്കി കൊടുക്കുക. കവറൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നനച്ചൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ മുകളിലും താഴെയും കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ പൊടിയെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിലത്തൊന്നും പൊടിയാവാത്ത രീതിയിൽ. ഇപ്പോൾ നമ്മൾ നിലം വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയാണ് നമുക്ക് ഫാനൊക്കെ ക്ലീൻ ചെയ്യാൻ സമയം കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ മൊത്തത്തിൽ പൊടി അങ്ങ് പാറും. നമ്മൾ കർട്ടണിലേക്കും അതുപോലെ നിലത്തും സെറ്റ് ഉണ്ടെങ്കിൽ അതിലേക്കും ഒക്കെ പൊടിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ എവിടെ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ റമദാനൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരുപാട് സമയം ക്ലീനിങ്ങിനായിട്ട് ചിലവഴിക്കാതിരിക്കാനുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വീട് അടിച്ചു വാരും തുടക്കും. ചിലപ്പം ഇടപെട്ടിട്ടുള്ള ദിവസങ്ങളായിരിക്കും തുടക്കുക. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു ദിവസം താഴെ ഒരു ദിവസം അങ്ങനെയാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാറുള്ളത്. എന്നാൽ നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ ക്ലീൻ ആയിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ ഇങ്ങനെ അടിച്ചു വാരുന്ന സമയത്ത് നമ്മൾ കയ്യിലൊരു തുണി കരുതുക. നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ഉണങ്ങിയ തുണിയോ ഏതായാലും ഒരു കഷ്ണം കരുതിയിട്ട് നമ്മൾ അടിച്ചു വാരുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇതുപോലുള്ള ചെയർ, സോഫ, അതുപോലെ ജനലിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചു വാരുന്നതിൻ്റെ ഇടയിൽ തന്നെ അത് കഴിയും ചെയ്യും. എന്നാൽ നമുക്കിങ്ങനെ റമദാനൊക്കെ ആവുന്ന സമയത്ത് ഒരുപാട് സമയം ഈ ഒരു ക്ലീനിങ്ങിനൊന്നും വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരില്ല. മറ്റത് ഒരുപാട് പൊടി ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ലീനിങ്ങിനായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല. നമ്മളെ വീട് എന്നും വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് അത് വലിയൊരു ഭാരമായിട്ട് തോന്നില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ അകൊക്കെ അടിച്ചു വരുന്ന സമയത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ.
പിന്നെ നോമ്പിന് എല്ലാവരും കൂടുതലായിട്ട് സമയം ചെലവഴിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള കിച്ചണിൽ പൊടികളും പഞ്ചസാരയും അങ്ങനെയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ അതൊക്കെ ഒഴിവാക്കി കഴുകി വെക്കുന്നത്. ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇത് ഒഴിയുന്ന സമയത്ത് തന്നെ നമ്മളിത് കഴുകിയിട്ട് റീഫില്ല് ചെയ്തെടുക്കുന്നതിന് മുമ്പേ ഇത് കഴുകി ഉണക്കി, അല്ലെങ്കിൽ മഴയുള്ള സമയമാണെങ്കിൽ തുടച്ചെടുക്കുക, വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് റീഫില്ല് ചെയ്ത് കൊടുക്കുക. അത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടികളാണെന്നുണ്ടെങ്കിലും ചായപ്പൊടി ആണെന്നുണ്ടെങ്കിലും പഞ്ചസാരയാണെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ വീണ്ടും അത് ഒഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകി തുടച്ചതിന് ശേഷം ഇതിലേക്ക് റീഫില്ല് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പിന്നെ ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് മൊത്തം ഒഴിവാക്കിയിട്ട് കഴുകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഇങ്ങനെ ആകുമ്പോൾ അത് എന്നും ക്ലീൻ ആയിട്ടിരിക്കും. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പഞ്ചസാരയുടെ ബോട്ടിൽ കഴിഞ്ഞാൽ ഞാനിത് ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് വേറെ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്ലീനിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീട് എന്നും വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.